ഇത് എനിക്ക് ഇവള് തരാത്തതൊക്കെ അപ്പൊ ശ്രീകുട്ടിനെ ട്യൂഷനാണ് വെച്ചപ്പോ ഞാൻ പറഞ്ഞയക്കുന്നില്ല ചേച്ചിന്ന്. അപ്പൊ ഫ്രീ തറഞ്ഞു അവൻ പോയിക്കോട്ടെ, ചേച്ചി പറഞ്ഞു അവൻ പോയിക്കോട്ടെ, കുഴപ്പമില്ല അതിന്റെ ഫീസ് ഞാൻ കൊടുത്തോണ്ട് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. അമ്മമ്മ തരൂട്ടാ ചായ. അതാ സാമ്പാറല്ലടി പാകുവോ? ഉള്ളി കഴിഞ്ഞു ഇത് കൂട്ടുക എരിഞ്ഞിട്ട് എങ്ങനെ കൂട്ടുക? അതാ വലിച്ചോണ്ട് അമ്മ ചപ്പാത്തി. അത് കൊണ്ടുപോവല്ലേ? അമ്മമ്മ തരും. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ് കേട്ടാ. ഞാനും അമ്മയും. മറ്റവരൊക്കെ സ്കൂളിൽ പോയി. അഞ്ചുട്ടിയുടെ സ്കൂളിൽ കലോത്സവമാണ്. അപ്പൊ അഞ്ചുട്ടി തിരൂർ ബോയ്സിലാണ് പഠിക്കുന്നത് കേട്ടോ. അവിടെ തന്നെയാണ് തുമ്പി +2 പഠിക്കുന്നത്. അപ്പോൾ അഞ്ചുട്ടിയും തുമ്പി അങ്ങോട്ട് പോയി. രണ്ടാളും കൂടി രാവിലെ ട്യൂഷന് പോയിട്ടില്ല. അവൾക്ക് ട്യൂഷന് പോകാൻ രാവിലെ തണുപ്പിൽ നടന്ന ശ്വാസം മുട്ടാന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ല. അപ്പോൾ അഞ്ചുട്ടിയും തുമ്പിയും കൂടി കലോത്സവത്തിന് പോയി. പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയി. ഇനി ഞാനും അമ്മയും കൂടി ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ലൈറ്റ് ഇട്ട് കൊടുക്കായിരുന്നു. ലൈറ്റ് വേണ്ട, ഞാൻ വെളിച്ചം കണ്ടപ്പോ നോക്കിയാണ്. അപ്പോഴാണ് ഇത് ഓട് പൊട്ടി കണ്ടത്. അല്ലെങ്കിൽ അവിടെ ആ ബെഡുമ്മ ചോരുണ്ട് അവിടെ കിടക്കുമ്പോ. ലൈറ്റ് ഓഫ് ആക്കി ആടിയിട്ടു. ഇതിന് വേറെ ഓട് കിട്ടിയാ? ഓട് പാട് കുറഞ്ഞ അതിന് പറ്റിയ ഓടല്ലല്ലോ. ഇവിടെ ഓടല്ലേക്കിയോ ചന്ദ്രേക്കോട് ഉണ്ടാവും. അങ്ങനത്തെ നല്ല ഓടാണ്. തെരഞ്ഞെടുത്ത് അറിയില്ല എന്ത് ഓടാണെന്ന്. അവിടെ വെറുതെ ഇതൊരു പൊട്ടി പോകും. ആ ഒരു വീട് പൊളിച്ചല്ലേ? അങ്ങനത്തെ ഓടുണ്ടെങ്കിൽ അത് നല്ലതാ. ഇനിയൊന്നും അവർക്ക് ഓടിന്റെ ആവശ്യം ഉണ്ടാവില്ല. അവരൊക്കെ വാർപ്പ് വീടല്ലേ. ഈ ഓട് വീടുള്ളവർ കയ്യോ ഇപ്പൊ ഓടും ഇറങ്ങണില്ല അമ്മ. ഫാനിട്ട് കിടന്നു കൊടുക്കണം. മൂത്രമൊഴിച്ച് സഞ്ചി. അപ്പോൾ നമ്മളെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ചെടികളും പൂക്കളൊക്കെ ഞാനൊന്ന് വീഡിയോ എടുത്താട്ടോ. അത് നമ്മളെ ഫ്രണ്ടിലുള്ള വീടിൻ്റെയാണ്, നമ്മളെ വീട്ടിലത്തെ അല്ല കേട്ടോ. നല്ല കളർ ചെടികളാണ് കേട്ടോ. നല്ല രസമില്ല ഇതൊക്കെ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടി. നമ്മളെ വീടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചാൽ. ഇവിടെ പിടിപ്പിച്ചിട്ട് കാര്യമില്ല, നമുക്ക് മതിലൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇതെന്താ മട്ടരിയാ? ഇതെന്താ മട്ടരിയാണോ? മട്ടരിയും കുറുവരിയും കൂടി മിക്സ് അല്ലേ? ജയരി ആണെങ്കിൽ കൊറേ നേരം വേണ്ടി വരും. അമ്മക്ക് ചോറ് വേവാൻ പാടില്ല കേട്ടോ. അമ്മയുടെ ചോറ് തീരും വേവാത്ത വല്ല അരി പോലെ തന്നെ വേണം. ഞങ്ങൾക്കൊക്കെ ചോറ് വേവണം. അതാണ് അമ്മ പറഞ്ഞത്. നിങ്ങൾക്കത് തിന്നാൻ പറ്റും, എനിക്ക് തിന്നാൻ വയ്യ. ഞങ്ങളറിയ നിങ്ങളെ ആമാശയൊക്കെ കേടന്നിട്ടുണ്ടോ? ചോറ് ഊറ്റാകുമ്പോ പിന്നെ കുഴപ്പമില്ല. വാർക്കുകയാണെങ്കിൽ പിന്നെ അരിച്ചിടണം. ചോറൊക്കെ നമ്മൾ വിറകടുപ്പ തന്നെ ഇട്ട് വയ്ക്കുക. കണ്ട അവിടെ ഒരു പൈപ്പ് ഉണ്ട് കേട്ടോ, ടാപ്പ്. വെള്ളം എടുക്കാൻ പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടായിട്ട് ഊരവേദന ഒക്കെ ആയ കാരണം അനിയൻ വെച്ചു കൊടുത്തതാണ്. ഇതാണ് ഞങ്ങളുടെ കൊട്ടാര തുല്യമായ അടുക്കള ചെറുതാണെങ്കിലും ഇതിൽ വെച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ കുറച്ച് അധികം ഉണ്ടല്ലോ അമ്മ. ഞങ്ങൾ ആളുള്ളതുകൊണ്ട് കുറേ വെക്കാനും വിളമ്പാനും ഒക്കെ ഉണ്ട്. പണിയെടുക്കാനേ ആളില്ലേയുള്ളൂ. ചേച്ചി രാവിലെ പോവും. ഇപ്പം ഞാൻ അവിടെ ഉണ്ട്. ഇനി ഞാൻ എന്തെങ്കിലും ചെറിയൊരു പണിക്കൊക്കെ പോകണം, ജീവിതം കഴിയണ്ടേ. അപ്പോൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ എന്താ പറയുക, വീടൊന്നും മോശമാണെങ്കിലും റോഡൊക്കെ നല്ല അടിപൊളി, നിലത്തൊക്കെ കട്ട പതിച്ച റോഡാണ് കേട്ടോ ഫ്രണ്ട് കൂടെ ഉള്ളത്. പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ മതിലുമ്പോൾ കണ്ണിലിരിക്കണല്ലേ. പിന്നെ ഇതെന്താ നൊട്ടങ്ങി, ഇതിനെന്താ പറയാൻ നിൽക്കാറില്ല കേട്ടോ. പറയാം അറിയണവർ ഇതിൻ്റെ പേര് കമൻറ്റ് ചെയ്യണേ. കണ്ട നമ്മളെ വീട് പുറത്തുനിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ. അങ്ങനെ വീട് ചെറുതാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ആളുകൾക്ക് താമസിക്കാൻ പറ്റും കേട്ടോ. ഞങ്ങൾ 4 പെൺകുട്ടികളും ഒരാണും പിന്നെ അവരുടെ എല്ലാവരെയും ഒരു 10-12 പേരമക്കളും ഒരുമിച്ച് വന്നാലും കിടന്നൊരു സ്ഥലം ബാക്കിയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ. പിന്നെ അമ്മയുടെ ചേഞ്ച് റോസ് കേട്ടോ. അത് രാവിലെ വെള്ള കളറാവും,
പിന്നെ ഉച്ചയാവും തോറും ഇങ്ങനെ ചുവന്ന കളറാവും കേട്ടോ. ഇത് പിന്നെ എന്തോ പേരറിയാത്തൊരു പൂവാണ് കേട്ടോ. നമ്മുടെ പൂവാണ്, നല്ല രസമുള്ള പൂവാണ്. കോഴിപ്പൂവെന്ന് തൽക്കാലം പേരിടാം അല്ലേ. കോഴിയുടെ ആ പൂ പോലെ തോന്നുന്നുണ്ട് കണ്ടാൽ. അച്ഛൻ്റെ റൂമിൻ്റെ ജനലാണ് കേട്ടോ അത്. കണ്ടോ നമ്മളെ സ്വന്തം കൊട്ടാരം, നമ്മളുടെ എന്താ പറയുക, എൻ്റെ സ്വന്തം എന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാവർക്കും കൂടി ഉള്ളതാണ് കേട്ടോ. അപ്പം എനിക്ക് സ്വന്തം വീടൊന്നും ഇല്ല. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ പോകുന്നത് നമുക്ക് വീടില്ല. എന്നാൽ നമ്മളെ കല്യാണം കഴിച്ചുകൊണ്ടായതാണെങ്കിൽ നമുക്ക് ഇവിടെ കയറി കിടക്കാനൊക്കെ ഒരു സ്ഥലമുണ്ട്. ഇപ്പോൾ ഇതെങ്കിലും ഉള്ളതൊരു ഭാഗ്യം എന്ന് വിചാരിക്കുന്നു. ഇനി എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം സ്വന്തമായിട്ടൊരു വീട് കേട്ടോ. എനിക്കും മക്കൾക്കും കൂടി കയറി കിടക്കാനൊരു വീട് വേണം. അതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം കേട്ടോ. നടക്കുമായിരിക്കില്ലേ, നടക്കാതെ എവിടെ പോകാനാ. അപ്പോൾ അതാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു ഉണ്ടച്ചെമ്പരത്തി കേട്ടോ. അമ്മയ്ക്ക് പലതരം ചെടികളുണ്ട് കേട്ടോ. അമ്മ എവിടെ ചെടി ഉണ്ടാലും അവിടെ നിന്നൊക്കെ കൊണ്ടുവരാം. ഇതിൻ്റെ പേര് പൂച്ചവാല് എന്നാണ് കേട്ടോ. ഇതിനെല്ലായിടത്തും പൂച്ചവാല് തന്നെയാണെങ്കിൽ പറയണം കേട്ടോ. അതിൻ്റെ പേര് പൂച്ചവാലാണെങ്കിൽ ഇന്ന് അത്യാവശ്യം വെയിലും വെളിച്ചമൊക്കെ ഉള്ള ദിവസമാണ്, നല്ല അടിപൊളി ദിവസമാണ് കണ്ടോ. നമ്മുടെ അരളിപ്പൂവും അതും ഇതൊക്കെ പൂത്തിട്ടുണ്ട്. അപ്പം വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു അയലിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് എന്നും അമ്മ അച്ഛനും കൂടി ഇതിൻ്റെ പേരിൽ തിരക്കാട്ടാ. ഫ്രണ്ടിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതല്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷെ വെയിലുള്ളിടത്തല്ലേ കെട്ടുക. എന്താ അഞ്ചുട്ടിക്ക് ഒരു പട്ടുപാവടയ്ക്ക് തുണി ഞാൻ വാങ്ങിച്ചിരുന്നു കേട്ടാ. അപ്പോൾ ഓളിത് അടിക്കാൻ പറയുന്നുണ്ട്. കണ്ണേറ്റ് വയ്യാത്തതുകൊണ്ട്, പക്ഷെ ഒരു കണ്ണ് കാണാം, അതന്നെ ഒരു ഭാഗ്യം. എനിക്ക് കട്ടിങ് ഒന്നും ശരിയാകുമെന്നൊന്നും ഒരു കോൺഫിഡൻസ് ഇല്ല. ഞാൻ പുറത്തുള്ള ആർക്കും തയ്ച്ചു കൊടുക്കില്ല, എൻ്റെ മോൾക്ക് മാത്രമേ ഞാൻ ഇപ്പോൾ തയ്ച്ചു കൊടുക്കലുള്ളൂ. അതെന്താ വെച്ചാൽ കംപ്ലൈൻറ്റ് വന്നാലും എന്ത് വന്നാലും നമ്മൾ സഹിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു സമാധാനം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഓള് ഏതാ നല്ലത് ഭംഗിയുള്ളത് വെച്ചിട്ട് വെച്ച് നോക്കുകയാണ്. ഇതാണ് പട്ടുപാവാട തുണി. ഈ തുണിയാണ് കേട്ടോ. അത് നമ്മൾ നല്ല വർക്കുള്ളതൊക്കെ ഉണ്ടായിരുന്നു, പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതൊന്നും എടുത്തില്ല കേട്ടോ. ഈ ഒരു സാധാ തുണിയാണ് വാങ്ങിയത് കേട്ടോ. അതൊന്നും അധികം വർക്കൊന്നുമില്ല, വെറും പ്ലെയിൻ സെറ്റ് പോലത്തേന് ടിഷ്യൂൻ്റെ ആണ് കേട്ടോ. അപ്പം എങ്ങോട്ടെങ്കിലും പോകുമ്പോഴൊക്കെ അവളെ പറയും, അമ്മ എല്ലാവരും നല്ല ഭംഗിയുള്ള പട്ടുപാവാട, എനിക്ക് മാത്രം പട്ടുപാവാടില്ല. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ എഴുത്തിനിരുത്തുന്ന പരിപാടി ഉണ്ടല്ലോ ഇവിടെ നവമീൻ്റെ ഒക്കെ. അപ്പോൾ അവൾ പോകുന്നുണ്ട് അറിയുന്നുണ്ട്. കണ്ണട ഊരി വെച്ചതാണ്. ഇന്ന് കിടക്കാൻ വേണ്ടി മോളെ ചേച്ചിന് കുട്ടി ഉണ്ടല്ലോ, മോള് ചെറുതായിന് ഉറക്കി കൊടുക്കട്ടെ വിചാരിച്ചിട്ട് കണ്ണട ഊരി വെച്ച്. ഞാനിത് അവിടെ പായൊക്കെ ഇട്ടിട്ട് തലേനൊക്കെ വെച്ച് കിടക്കാൻ റെഡിയായി. പക്ഷെ മോള് വന്നില്ല കേട്ടാ. 36 അവിടെ ഇങ്ങനെ നടക്കുകയാണ് വികൃതിയും കാട്ടിയിട്ട്. അപ്പോൾ മോളേതായാലും ഉറങ്ങിയില്ല. അഞ്ചുട്ടി ഇപ്പോൾ സ്കൂളിട്ട് വന്ന്. അപ്പോൾ കാപ്പി ചോറുണ്ണാൻ വൈകിട്ട്. അപ്പം ഞാൻ ഇനി ഏതായാലും നേരെ വൈകി. അപ്പോൾ വിശന്നിട്ട് വയ്യ, കാപ്പി കുടിച്ചിട്ട് തുടങ്ങാൻ. കുട്ടീനെ ഉറക്കാൻ വേണ്ടി കുറേ നോക്കിക്കണ്ട, പായ കിടക്കണ്, പായും തലേണൊക്കെ. കുട്ടി കുറേ നേരം എൻ്റെ വയറ്റത്തൊക്കെ കയറി കിടന്ന് മേമര കുമ്പേമ്മ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആരും ഉറങ്ങണ്. ഓളെ വയ്ക്കും പോയി, ഞാൻ എൻ്റെ വയ്ക്കും പോകുന്നു. അപ്പൊ വിശന്നിട്ട് അപ്പൊ ഞാൻ കാപ്പി ഉണ്ടാക്കി കുടിച്ചു. ഇത് പഞ്ചസാര ഇട്ട് ടേസ്റ്റ് കിട്ടുന്നില്ല കേട്ടാ. കുഴപ്പമില്ല, എന്നാലും കുടിക്കാം. ഒരു രസവും ഇല്ല. എന്താ പറയാ, കാപ്പി കറുത്ത് പോയിട്ട് കാപ്പിന്റെ ടേസ്റ്റ് പോയി. ഡിയർ കോമ്രേഡ് ഇത് എനിക്ക് ഇവള് തരാത്തതൊക്കെ ഇത് കുചേലന്റെ ആവിൽ മണിയാണ് കേട്ടോ. വീട്ടിൽ അമ്പലമുണ്ട്, അപ്പൊ അവര് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദാണ്. അത് തേച്ചില്ലേ? തേച്ചില്ലേ? പിന്നെ കൽക്കണ്ടം ഒക്കെ ഉണ്ട്, സേനൊക്കെ ഒഴിച്ചിട്ട്. അപ്പൊ ശ്രീകുട്ടനൊക്കെ സ്കൂളിട്ട് വരാനായി. ശ്രീകുട്ടനും കണ്ണനും വരുമ്പോഴേക്കും ഞാൻ അമൃതം പൊടി വറുത്തിട്ട് ഉറുക്കി വെക്കാൻ വിചാരിച്ചിട്ടാ, ശർക്കരയും തേങ്ങിയിട്ടിട്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അവർ ട്യൂഷന് പോകുന്നുണ്ട്. അപ്പൊ ശ്രീകുട്ടനെ ട്യൂഷനാണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞയക്കുന്നില്ല വിചാരിച്ചിരുന്നു. അപ്പോൾ ഫ്രീ പറഞ്ഞു ഓൻ പോയിക്കോട്ടെ, ചേച്ചി പറഞ്ഞു ഓൻ പോയിക്കോട്ടെ, കുഴപ്പമില്ല, അതിൻ്റെ ഫീസ് ഞാൻ കൊടുത്തോണ്ട് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. ഞാൻ അപ്പം എനിക്കൊരു വരുമാന മാർഗമൊന്നും ഇല്ലല്ലോ, ജോലിയും ഇല്ല. അപ്പോൾ വെറുതെ ചിലവോ അവര് അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ നമ്മൾ മക്കളെ ട്യൂഷനും കൂടി പറഞ്ഞയച്ചാൽ ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചത്. അപ്പം പിന്നെ അവരെ
അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ വേറുള്ളവരെ ബുദ്ധിമുട്ടിക്കണ വിചാരിച്ചത്. അപ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞയക്കാൻ വിചാരിച്ചിട്ടാ. പിന്നെ ചേച്ചിയും അനിയത്തിമാരും ഒക്കെ പറഞ്ഞു അതിൻ്റെ ഫീസ് ആലോചിച്ചിട്ട് ഈ പറഞ്ഞയക്കാതിരിക്കേണ്ട, കുട്ടിക്ക് പഠിക്കാൻ പോവാൻ താല്പര്യമാണെങ്കിൽ പോയിക്കോട്ടെ, അതിൻ്റെ കാര്യമൊക്കെ അങ്ങനെ നടന്നോളും പറഞ്ഞു. അപ്പോൾ പിന്നെ ആ ഒരു അർത്ഥത്തില് ശരിക്കും ചിലരിങ്ങനെ പറയല്ലോ ഒറ്റ മക്കളായാൽ നല്ലതാണ്. അത് വെറുതെയാണ് കേട്ടോ. നമുക്ക് വേറെ മക്കൾ വേണം. ഒന്ന് കൂടുതലും മക്കളുണ്ടെങ്കിലേ ഒന്ന് പ്രയാസം വരുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അവരുള്ളതുകൊണ്ടല്ലേ ഇപ്പോൾ എൻ്റെ കണ്ണ് ഓപ്പറേഷനൊക്കെ വന്നപ്പോൾ എൻ്റെ അനിയത്തിയാണ് ഹോസ്പിറ്റലിൽ 5 ദിവസം വന്ന് നിന്നത് കോയമ്പത്തൂർ. പിന്നെ അതുപോലെ ഇപ്പം മോൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാറ്റിനും വിളിക്കും. പ്രസിയെ വാടി നമുക്ക് പോകുക എന്ന് പറഞ്ഞാൽ പ്രസി റെഡിയായി വരും. ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യുക അവളാണ്, പോകാനുള്ള പൈസയും കൂടി എടുക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ നടക്കുള്ളൂ. അല്ലാണ്ട് ഒറ്റയ്ക്ക് ഇരുന്നാൽ നമ്മൾ മാത്രമായി. നമ്മൾ ഉണ്ട റെഡി ആയിട്ടുണ്ട്. കണ്ണനും ശ്രീഹരിക്കും ഓരോ ഉണ്ട കൊടുക്കാനാണ് ട്യൂഷന് പോണതിന്റെ മുന്നേ. അപ്പൊ അവര് സ്കൂളിൽ നിന്ന് പാല് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ ആ പാല് നമ്മൾ മധുരിട്ടിട്ടൊരു വെള്ളച്ചായ പോയിക്കോളി മക്കളെ. വേറൊരു കാര്യം കൂടി ഉണ്ട്. അമ്മ ഒന്ന് തള്ളി വിട്ടി തുമ്പി 5 ഞങ്ങൾ തേടി വന്നിട്ടുണ്ട് സ്കൂളിൽ ചേർന്ന്. അപ്പോഴേക്ക് ഞങ്ങൾ ഇവിടെ എത്തീനി. അപ്പൊ നമ്മൾ ഉണ്ട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.